ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഇവിടുത്തെ ഞാനും വാവച്ചും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വാവച്ചിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അതായത് വാവച്ചിയുടെ അപ്പ, എൻ്റെ ഹസ്ബൻഡ്, ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വന്നു. പക്ഷെ ഇത് വാവച്ചിക്ക് അറിയത്തില്ല. ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, മറയൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ദുബായിൽ നാട്ടിലെത്തി പുള്ളിക്കാരൻ. പക്ഷേ ഇന്ന് ഇവിടെ വന്ന് വാവച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വാവച്ചിക്ക് 3:30 ക്ലാസ് കഴിയും. അപ്പം 3:30 മുന്നേ നമ്മളവിടെ പോയിട്ട് വാവച്ചിനെ പിക്ക് ചെയ്യുമ്പോൾ വാവച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വാവച്ചിയുടെ ഫേസ് റിയാക്ഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ചില സമയത്ത് വാവച്ചി സർപ്രൈസ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് റിയാക്ഷൻ കാണിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു റിയാക്ഷനും കാണിക്കില്ല. പക്ഷെ മനസ്സിലുണ്ടാവും, പക്ഷെ വെളിയിൽ കാണിക്കില്ല. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതാണ് എൻ്റെ പ്ലാൻ ആക്ച്വലി. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇതെനിക്കും അറിയത്തില്ലായിരുന്നു അവൻ നാട്ടിൽ വരുന്ന കാര്യം. പക്ഷേ 2-3 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിന്, അതായത് ദുബായിലുള്ള ഫ്രണ്ടിന് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പം, അവൾ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പം അവൻ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അവൻ എന്ത് പറ്റിപ്പോയി, അവൻ അവരോട് പറഞ്ഞ കാര്യം അവർ എന്നോട് പറഞ്ഞു. അവിടെ ലിൻസ് അവരോട് പറയണമായിരുന്നു, എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ അറിഞ്ഞു സംഭവം. അപ്പം അത് ഫസ്റ്റ് പാളിപ്പോയി. വാവച്ചിക്ക് ഇപ്പോൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ. കാരണം പെട്ടെന്ന് അറിയാണ്ട് വായിന്ന് വരും, അപ്പോൾ വരുന്നു അങ്ങനെയൊക്കെ പറയുമ്പം ചിലപ്പോൾ അറിയാണ്ട് കുറേ പ്രാവശ്യം വായിന്ന് വന്നു പോയി. പക്ഷെ വാവച്ചി കേട്ടില്ല, എന്തോ ഭാഗ്യത്തിന് കേട്ടില്ല. ഓക്കെ, എന്തായാലും വാവച്ചിയുടെ റിയാക്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് വാവച്ചിനെ 3:30 പിക്ക് ചെയ്യണം. ഞാനൊരു 3:15 ആകുമ്പോഴത്തേക്ക് അവിടെ സ്കൂളിൽ എത്താറുണ്ട്. 3:25 ആയാലും കുഴപ്പമില്ല, അവിടെ എത്താറുണ്ട്. ഇപ്പം കുറച്ച് മുന്നേ ഞാൻ വിളിച്ചപ്പം മൂന്നാറ് കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. മൂന്നാറിൽ നിന്ന് മറയൂർക്ക് 1.5 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷേ വഴിയിലെങ്ങാനും ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്ലാൻ ചേഞ്ച് ആകും. സോ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആച്ചിക്ക് സന്തോഷമാകും, ഉറപ്പാ സന്തോഷമാകും. പക്ഷേ റിയാക്ഷൻ നമുക്കറിയാൻ പറ്റില്ല. സോ എന്താകും നമുക്ക് നോക്കാം. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, ചൂടൊന്നുമില്ല, നല്ല തണുത്ത ക്ലൈമറ്റാണ്. സോ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇന്ന്. എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ ദേ പറഞ്ഞ ആള് ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കത്തില്ല, അല്ലെങ്കിലേ ഷൈ ആണ് വീഡിയോയുടെ മുന്നിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വാവച്ചിനെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. വാവച്ചിയുടെ റിയാക്ഷനാണ് നമ്മുടെ മെയിനായിട്ട് ഇന്ന് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ കാണിക്കത്തില്ല, റിയാക്ഷനേ കാണിക്കില്ല. ചിലപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ സമയം 3:15 കഴിഞ്ഞു. 3:30 ക്ലാസ് കഴിയുന്നത് കേട്ടോ. അപ്പം പതിപോലെ ഞാൻ വിളിക്കാൻ പോകുന്ന പോലെ വിളിക്കണം. എന്നിട്ട് പതുക്കെ വാവച്ചിനെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പ്ലാൻ. എങ്ങനെയുണ്ട് ഐഡിയ? നമ്മൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ചീറ്റി പോവാതിരുന്ന ഭാഗ്യം. ചിലപ്പം ജാട കാണിക്കും വാവച്ചി, ഭയങ്കര ജാടക്കാരിയാ. ചിലപ്പം ജാട ഇട്ടിട്ട് ഇങ്ങനെ പോകും, ഭയങ്കര ജാടയായിരിക്കും. നോക്കാം. വാവച്ചിക്ക് അറിയത്തേ ഇല്ല വരുന്ന കാര്യം. ഇനി അറിയാണ്ട് ഞങ്ങൾ എങ്ങാനും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോന്നും അതും എനിക്കറിയത്തില്ല. ചിലപ്പോൾ വാവച്ചി മൈൻഡിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നൊക്കെ പറയും, ഡയലോഗ് അടിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സ്കൂൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വാവച്ചിനെ വിളിച്ചിട്ട് റിയാക്ഷൻ കാണാം നമുക്ക്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാം. വാവച്ചി, യാരാ വാവച്ചി? ഞാൻ ഓർത്തു നീ വണ്ടി തന്നെ ഇരിക്കുന്നു. നീ എന്നോട് ഇറങ്ങാനാടാ പറഞ്ഞേ. ഷോക്കായിട്ടിരിക്കാം. ആച്ചി അപ്പൊ വരുന്ന കാര്യം അറിയാവോ?
ഇല്ലല്ലോ. വാവച്ചിക്ക് പെട്ടെന്ന് ഇതാണ് വാവച്ചിയുടെ ഫ്രണ്ട് ഹർഷ ശ്രീബാട. ഇതാണ് ഹർഷ ശ്രീ വാവച്ചിയുടെ ഫ്രണ്ട്. ഞാൻ പതുക്കെ വണ്ടീന്റെ ഉള്ളിൽ കയറ്റിട്ട് കാണിക്കാൻ നോക്കും. നീ ഇറങ്ങി ഞാൻ ഓർത്തില്ല. വാവച്ചി എങ്ങനെയുണ്ട് അപ്പനെ കണ്ടിട്ട്? ഹാഷസിനെ പരിചയപ്പെടുത്തി കൊടുക്ക. അപ്പയെന്ന് ഷോക്കായി പോയി. അപ്പയും മോളും. ആവച്ചി അപ്പനെ കണ്ടപ്പോ ഷോക്കായോ? ഇത് അപ്പയുടെ ഡ്രസ്സാണല്ലോ. ആദ്യം നിന്റെ അല്ലല്ലോ. ഇത് നിന്റെ ബർത്ത്ഡേ ഡ്രസ്സല്ലേ ഇവാനോ? എന്തായിരിക്കും വാവച്ചി ഉള്ള? വാവച്ചി എന്തെങ്കിലും ഗസ് ഉണ്ടോ? വാവച്ചി എന്തായിരിക്കും? എന്തായിരിക്കും പറയും. ഗസ് ചെയ്തില്ലല്ലോ. ഓ മൈ ഗോഡ്, എന്താണിത്? കാണിച്ചേ നോക്കട്ടെ. ലുക്ക് നല്ല അടിപൊളി ബാഗാണല്ലോ ഇവാനു. അതില് വാവച്ചിട്ട് ബ്യൂട്ടി സാധനങ്ങൾ എടുത്തുള്ളൂ. കാണിച്ച എന്തത്? നോക്കട്ടെ മമ്മ നോക്കട്ടെ. പൊടിച്ചതാ കുറെ സാധനങ്ങളുണ്ട്. അത് മമ്മയുടെ ജ്യൂസർ. ജ്യൂസർ അടിക്കാം. ജ്യൂസ് അടിക്കാം. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ ജ്യൂസർ. ആദ്യം ABCD ആണല്ലോ. പൊട്ടിക്കാം, എല്ലാം പൊട്ടിക്കാം. ഇപ്പൊ പൊട്ടിക്കാന്ന് നീ പറഞ്ഞാൽ അതിൽ ഗിൽറ്റർ ഉണ്ടോ നോക്കിക്കേ. ഗിൽറ്റില്ല. ഇല്ലേ? ഗിൽറ്റ് ഉണ്ടെങ്കിൽ നന്നായി തന്നെ. പെൻസില് താങ്ക് യു. അത് കോയിൻസ് ആണല്ലോ. ഓ പൈസ ആകാം നമുക്ക്. അത് കോയിൻസാ വെച്ച് കോയിൻസാ. അതെന്താ അത്? കോയിൻസ്. എല്ലാം നടക്കാ. ഹാപ്പി ആയോ? ഹാപ്പിയാണോ ചേച്ചി? കല്ലോ? ഇത് കല്ല് മോഡല് ചോക്ലേറ്റ്. ചോക്ലേറ്റ് കല്ല് പോലുണ്ട. താങ്ക് യു. ഇതെന്തായിരിക്കും വാവച്ചിൻ്റെ അകത്ത് ഇരിക്കുന്നത്? നീ പറ. പൊട്ടിച്ച് കാണിക്കാൻ നമുക്കറിയാലോ. ഇതെന്തായിരിക്കും? നീ ഗസ് ചെയ്യേ. നോക്കണ്ട പറ എന്തേലും. എന്നാ നോക്കി പറ. എന്നാ ശരി നോക്കി പറ. ഞാൻ പൊട്ടിക്കട്ടെ? വാവച്ചി വാച്ചാണ്. ഇഷ്ടായോ? ബ്ലാക്ക് ഇഷ്ടായോ? അങ്ങനെ ഇതെനിക്കൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്.